രാവിലെ തന്നെ ലൊക്കേഷനിൽ മേക്കപ്പിനുള്ള പരിപാടിയൊക്കെയാണ്. ഇപ്പം വിനോദനുണ്ട്, പ്ലാങ്കയുണ്ട്, നാൻസിയൊക്കെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മധുചേട്ടനുണ്ട്. അപ്പോൾ എല്ലാവരും രാവിലെ അവരവരുടെ ജോലികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഷൂട്ട് തുടങ്ങി. ഇപ്പോൾ അതിൻ്റെ ഇടവേളയിൽ ഞാനും നാൻസിയും കൂടി ഒരു റീൽ ചെയ്തായിരുന്നു. ആ ഒരു റീല് അതിന് കുറേ നെഗറ്റീവ് കമൻറ്റ് വന്ന ആൾക്കാർ നല്ല പോസിറ്റീവ് കമൻറ്റ് ഇട്ടു. പക്ഷെ നമ്മളാരെയും കളിയാക്കാൻ വേണ്ടിയിട്ടില്ല, ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഈ റീലൊക്കെ ചെയ്യുന്നത്. നമ്മുടെ നാഗദൈവയുടെ ഒരു വീഡിയോ ആണ് ചെയ്തത്. അത് ഒരുപാട് വ്യൂവേഴ്സ് കണ്ടു. അപ്പം നമുക്ക് സന്തോഷമാണ്. അപ്പം നമ്മളൊരിക്കലും അവരെ കളിയാക്കാനോ പരിഹസിക്കാനോ ഒന്നും ചെയ്തതല്ല. അപ്പോൾ ആ വീഡിയോ ഞാനും നമ്മുടെ ഡയറക്ടർ രാജേഷ് ബ്രോയെ കാണിച്ചു. അപ്പം അതിനുശേഷം ഗ്യാപ്പ് സമയത്ത് ഞാനും നമ്മുടെ സുധീരനും കൂടെ കൺട്രോളർ തൊട്ടടുത്തൊരു കട കൊണ്ട് ഇവിടെ പോയി അടിപൊളി ഒരു സോഡ നാരങ്ങളൊക്കെ കുടിച്ചു വന്നു. പിന്നെയും ഷൂട്ട് ഗംഭീരമായിട്ട് നടക്കുകയാണ്. നമ്മുടെ പാക്കപ്പ് ആവുന്ന ദിവസമാണ്. അപ്പം എന്തായാലും വൈകിട്ടൊരു ചെറിയ പാർട്ടിയില്ല, ഒരു പാട്ട് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം വന്നു. നല്ല ബീഫ് കറി ഉണ്ടായിരുന്നു, ചോറുണ്ടായിരുന്നു, സാമ്പാർ, അച്ചാർ, തോരൻ, ഇതെല്ലാം കൂടെ കൂട്ടി ഒരു പിടിയും കുടിച്ചു. കൂടെ ശാല ഉണ്ടായിരുന്നു, സബീറ്റ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടിയാണ് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചത്. സാബുചേട്ടൻ അപ്പം ഫുഡെല്ലാം കഴിച്ചു. ഷൂട്ടിങ് അതിനുശേഷം വീണ്ടും നടക്കുകയാണ്. ഷൂട്ടിംഗ് ഒരു 9 മണിയോടെ പാക്കപ്പായതിനു ശേഷം ഞങ്ങൾ ഒന്ന് റൂമിലൊക്കെ പോയിട്ട് വീണ്ടും കുറച്ച് സമയം ഒരു പാട്ടിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചുമ്മാതെ ലാസ്റ്റ് ദിവസം എല്ലാവരും കൂടി ഒന്ന് പാട്ട് പാടിയൊക്കെ ചെയ്യും. അപ്പം ഇന്ന് സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഡയറക്ടർ രാജേഷ് പുറയെ കൊണ്ടൊരു പാട്ട് പാടിപ്പിച്ചു കേട്ടോ. രണ്ടുപേരും പാടി, നന്നായി പാടി കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് കേൾക്കാം. നക്ഷത്രപ്പൂവി നവരാത്രി പൂവി അങ്ങനെ അടുത്ത സുധൻചേട്ടൻ്റെ പാട്ടായിരുന്നു. അങ്ങനെ ഒരു മണിക്കൂറോളം കൂടി ഞങ്ങൾ പാട്ടൊക്കെ പാടി. അങ്ങനെ ഞങ്ങളുടെ ഈ ഷെഡ്യൂൾ അവസാനിച്ചു. ഓക്കെ, താങ്ക് യു.